ഗൈസ്, അപ്പം എല്ലാ പ്രാവശ്യവും എനിക്ക് ഒരു നോമ്പ് തുറന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും. അപ്പം നമ്മളും അതുപോലെ അവർ നോമ്പ് തുറക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇന്ന് വെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഞാൻ കിഴങ്ങും ചിക്കനും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചെടുത്തു. പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർത്തത് കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് അതും ഈ അരപ്പാണ് ഞാനിത് ഇപ്പോൾ വാട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കൽ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ 3 വെല്ലുള്ളി ഞാൻ കുനുകുനായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുക, സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങളിഷ്ടം. ഉടച്ചെടുത്ത കിഴങ്ങാണ് ഞാനിതാ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കൻ ഞാൻ നന്നായിട്ട് ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചേർക്കുന്നത് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. വേറെ ആരുമില്ല, എൻ്റെ അനിയത്തി വിളിച്ചതാണ്. മസാലക്കൂട്ട് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവസാന ഘട്ടമാണ് നമ്മൾ കറിവേപ്പില മല്ലിച്ചപ്പിടുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെന്താ ചിക്കൻ മസാല, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ അപ്പം ക്ലീനാക്കുന്നത് വേറൊരു സുഖം തന്നെ. പിന്നെ മൊത്തത്തിൽ പാത്രമൊക്കെ വലിച്ചു വാരി ഇട്ട് കേൾക്കുന്നതിനെക്കാട്ടും നല്ലതാണ് അപ്പം കേൾക്കുന്നത്. ഇടയ്ക്കാണ് മോക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അവളൊന്നിനും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ ഓളെ വെച്ചിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. കോഴിമുട്ടൻ്റെ തോട് എത്രയോ പ്രാവശ്യം ഞാൻ അതിൻ്റെ അകത്തേക്ക് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല ചൂട് കണിയുന്നവരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി നന്നായിട്ട് അത് കുഴച്ച് നല്ല ഉണ്ടയാക്കി പരത്തി നമ്മൾ പരിപ്പ് വട പോലെ അവസാനത്തെ ഘട്ടത്തിലേക്കാട്ടോ നമ്മൾ ആദ്യം കോഴിമുട്ടയിൽ മുക്കിയെടുത്ത്, ഞാൻ ബ്രെഡ് പൊടി ആട്ടോ എടുത്തത്. നിങ്ങൾ റസ്കോ ബ്രെഡോ എന്താണെങ്കിലും പ്രശ്നമില്ല. ഇനി മുക്കുക, അതിൻ്റെ അകത്തേക്ക് ഇടുക, നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കുക. ഞാനിങ്ങനെ ഒരു 10-25 എണ്ണം ഉണ്ടാക്കി കേട്ടോ. പോർക്കും കൊടുക്കണം, നമുക്കും തിന്നണ്ടേ, ആക്കിയ സ്ഥിതിക്ക് നമുക്ക് തിന്നണ്ടേ. അങ്ങനെ എണ്ണ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ കട്ട്ലേറ്റ് ഇടാം. കട്ട്ലേറ്റ് ഇട്ട് അപ്പം തന്നെ മറിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലാതെ കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല പെർഫെക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും നല്ല കേട്ടോ, ഞാനും 2-3 എണ്ണമൊക്കെ കരിച്ചു. മോളും ബാക്കിൽ എന്തൊക്കെയോ കമൻ്റ് അടിക്കുകയും ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ കുഞ്ഞിന് തീരെ വയ്യ കേട്ടോ. പിന്നെ അവൾക്ക് പനിയും കൂടി ആയതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ തന്നെ എടുക്കണം എന്നുള്ള